ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വഴുതനങ്ങ തീയലാണ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. സവാളയെക്കാട്ടിൽ നല്ലത് ചുമന്നുള്ളി ഇടുന്നതായിരിക്കും. കൂടുതൽ ടേസ്റ്റിന് നല്ലത് ചുമന്നുള്ളിയാണ്. പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതിയുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വഴുതനങ്ങയുണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് തീയൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഉരുളി ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വാടി വരുന്നവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു തേങ്ങയുടെ പകുതി തിരുവേതിട്ട് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബ്രൗൺ കളർ ആകുന്നവരേക്കും തേങ്ങ വറുത്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിയും. തേങ്ങയെല്ലാം മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. ഇതിലോട്ട് ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ബാക്കി പൊടികളും ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങൾ വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടി നേരത്തെ വറുത്ത് വെച്ച പൊടികളായതുകൊണ്ടാണ് തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാത്തത്. സെപ്പറേറ്റ് അരയ്ക്കുമ്പം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇനി വെന്തോന്ന് നോക്കാം. തീയൽ വെന്തിട്ടുണ്ട്, ചാറൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. മീനിൻ്റെ പകരം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.